ഇരവിപുരം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSPയിൽ അനിശ്ചിതത്വം. സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാർത്തിക് പ്രേമചന്ദ്രനെ അംഗീകരിക്കാതെ ഷിബു ബേബി ജോൺ. സമവായ സ്ഥാനാർത്ഥി വരട്ടെ എന്നാണ് ആവശ്യം. സമവായ സ്ഥാനാർത്ഥിയായി RYF നേതാവ് വിഷ്ണു മോഹന്റെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂര്യഗായത്രി കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സൂര്യഗായത്രി, ഈ കുടുംബാധിപത്യം എന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള വലിയ വിമർശനമാണ് പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിനെ പരിഗണിച്ചതോടുകൂടി മറുവിഭാഗം ഉയർത്തിയത്. ഇപ്പോൾ ആ നിലയിൽ തന്നെയാണോ കാര്യങ്ങൾ പൂർണ്ണമായി മാറുന്നത്? ഷിബു ബേബി ജോൺ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടോ? ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലവിൽ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരിനാണ് മുൻഗണന ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പേരിനോട് അത് സമ്മതിക്കാൻ ഷിബു ബേബി ജോൺ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വീണ്ടും ഈ ഇരവിപുരം സീറ്റ് സംബന്ധിച്ചൊരു അനിശ്ചിതത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സീറ്റ് നിർണയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ യോഗത്തിൽ തന്നെ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് ഒരു സമവായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഷിബു ബേബി ജോൺ മുന്നോട്ട് വെച്ച പേര് അത് പിൻവലിക്കാം. അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ മുന്നോട്ട് വെച്ച കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര്, സ്ഥാനാർത്ഥിയുടെ പേര് പിൻവലിക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. MS ഗോപകുമാറിന്റെ പേരാണ് ഷിബു ബേബി ജോൺ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സമ്മതിക്കാൻ NK പ്രേമചന്ദ്രൻ വിഭാഗം സമ്മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു തീരുമാനത്തിൽ എത്താനാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് RYF നേതാവ് വിഷ്ണു മോഹന്റെ പേരാണ്. RYF സംസ്ഥാന സെക്രട്ടറിയാണ് വിഷ്ണു മോഹന്റെ പേരാണ് ഇപ്പോൾ ചർച്ചയിൽ കേൾക്കുന്നത്. അതായത് രണ്ട് വിഭാഗവും നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ വേണ്ട എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു പേരാണ് വിഷ്ണു മോഹന്റെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിഷ്ണുവിനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള കാര്യമാണ്, നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യാനാണ് എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ഷിബു ബേബി ജോൺ വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഷിബു ബേബി ജോൺ വിഭാഗം മുന്നോട്ട് വെച്ച പേര് അത് അംഗീകരിക്കാൻ പ്രേമചന്ദ്രൻ വിഭാഗത്തിനും കഴിയാതെ വന്നതോടുകൂടിയാണ് ഒരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിഷ്ണു മോഹൻ എന്ന പേരിലേക്കാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പുരോഗമിക്കുന്നത്. ശരി, ഇരവിപുരത്ത് സമവായ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുകയാണ് RSP. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് RSPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ഇല്ലിക്കൽ അഗസ്റ്റി സംസ്ഥാനത്തുടനീളം കമ്മിറ്റികൾ രൂപീകരിക്കും. പാർട്ടിയുടെ പിന്തുണ LDF-നായിരിക്കുമെന്നും ഇല്ലിക്കൽ അഗസ്റ്റി 24-നോട് പറഞ്ഞു. ഇരവിപുരത്ത് കാർത്തിക് പ്രേമചന്ദ്രൻ മത്സരിച്ചാൽ പിന്തുണ നൽകുമെന്നും ഇല്ലിക്കൽ അഗസ്റ്റി പ്രതികരിച്ചു. പാർട്ടിയിൽ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഏകാധിപത്യവും കുടുംബാധിപത്യവും ഒക്കെ നടക്കുന്ന ഒന്നാണ്. അത് നിരവധി ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അതൊരു ഇടതു പാർട്ടിയിൽ നിന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. അതിൻ്റെ അനന്തര ഫലം എന്നെ പുറത്താക്കുകയും ഞങ്ങൾ സേവ് RSP ഫോറം ഉണ്ടാക്കി മുന്നോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ LDF-ന്റെ ഭാഗമായി ഞങ്ങൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലുള്ള സമയം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് വളരെ വ്യക്തമായും പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ. ഇനിയും പ്രേമേന്ദ്രൻ മത്സരിക്കരുത്. ഇനിയും സംഘടനാരംഗത്തേക്ക് മാറിക്കൊണ്ട് പകരം ഒരാളെ കണ്ടെത്തി വളർത്തിയെടുക്കണം. ഈ കാർത്തിക് പ്രേമേന്ദ്രൻ്റെ യോഗ്യത സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ അച്ഛൻ്റെ ഇലക്ഷൻ വർക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു ബൈറ്റ് ഞാൻ കണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാ മതിയോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.